അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അവസാനം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ രാവിലെ തന്നെ മോൻ നല്ല ഉറക്കമാണ്. മോൻ എഴുന്നേൽക്കാൻ ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആകും. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ബ്രഷ് ചെയ്യാൻ നേരമാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മളെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് ബ്രഷിൻ്റെ എണ്ണം. എനിക്കും ഇത്താത്തക്കും അനിയനൊക്കെ സെയിം പാറ്റേണിലും സെയിം കളറിലുള്ള ബ്രഷാണ് ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് അനിയനെ അപ്പുറം മാറി പല്ലേക്കുന്നത് കൊണ്ട് തന്നെ ഞാനും ബ്രഷ് മാറ്റി, ഇത്താത്തയും ബ്രഷ് മാറ്റി. ഇപ്പോൾ അവനക്കാണ് ആ ഒരു ബ്ലൂ കളർ ബ്രഷ് ഉള്ളത്. പിന്നെ ഞാൻ എഴുന്നേൽക്കാൻ ഏകദേശം ഒരു 9 മണി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബ്രഷ് ചെയ്യാൻ നേരം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് അനങ്ങാണ്ടെന്ന് ബ്രഷ് ചെയ്യുന്ന ശീലം എനിക്കില്ല. എനിക്കിങ്ങനെ രാവിലെ ബ്രഷ് ചെയ്യുന്ന നേരം ഇങ്ങനെ പുറത്ത് അടുക്കള ഭാഗത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബ്രഷ് ചെയ്യലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് പുറത്തേക്ക് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുഖം നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് കഴുകുന്നുണ്ട്. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന നേരം മൂക്കിനും മറ്റും നല്ല എണ്ണമയം ഉണ്ടാകലുണ്ട്. അതൊക്കെ നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് കഴുകുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ പോക്കാണ്. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലെ ലാജിക്കൂട്ടൻ. ഇവൻ എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളിങ്ങനെ ഉള്ളിൽ കയറുമ്പോൾ പുറത്താക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ അവന് ഉള്ളിൽ കയറാൻ മുന്നേ ഇവൻ ചവിട്ടി പുറത്താക്കലാണ് ഇപ്പോൾ പതിവ്. പിന്നെ ഞാൻ ചായ കുടിക്കലാണ്. ചായക്ക് ഞാൻ മെയിനായിട്ട് ബിസ്ക്കറ്റാണ് കഴിക്കാറ്. എനിക്കിങ്ങനെ പൊട്ടുന്നതും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നുമല്ല. എനിക്കെന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ആർക്കും അങ്ങനെ പൊട്ടുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുമെങ്കിലും ചായക്ക് ബിസ്ക്കറ്റാണ് നമ്മളെല്ലാവരും തിന്നാറ്. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോഴേക്കും മോൻ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഇത്താത്തൻ്റെ മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ല. 2 സ്കൂളിൽ പോയിട്ടില്ല. ഒരാൾ അസുഖമായിട്ട് പോയിട്ടില്ല, ഒരാൾക്ക് പിന്നെ സ്കൂളില്ല. മൂത്താൾ സ്കൂളിൽ പോയിന്. അവരൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വേഗം എഴുന്നേറ്റിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷത്തോടെയാണ് എഴുന്നേൽക്കുക. അല്ലെങ്കിൽ പിന്നെ കരച്ചിലും ബഹളമെല്ലാം ആക്കിയിട്ടാണ് എഴുന്നേൽക്കുക. പല്ല് തേക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പല്ല് തേക്കാൻ മാത്രമല്ല, ഫുഡ് കഴിക്കാനും ഭയങ്കര മടിയാണ്. ഒറ്റക്കാകുമ്പോൾ ഓരോന്നിങ്ങനെ നുള്ളിപ്പറക്കി തിന്നും. വാരിക്കൊടുത്താലൊന്നും തീരെ തിന്നൂല. പിന്നെ മോൻ എഴുന്നേൽക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ബെഡ്ഷീറ്റും തലയണയൊക്കെ എടുത്ത് വെക്കും. ഞാൻ ഇങ്ങനെ അവൻ എഴുന്നേൽക്കുമ്പം തന്നെ ഇങ്ങനെ ചെയ്ത് കണ്ടതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുമ്പോൾ എനിക്കിങ്ങനെ തലയണയൊക്കെ എടുത്ത് തരും. പിന്നെ മോൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മഴയായാലും അല്ലെങ്കിലും നമ്മൾ ഡ്രസ്സ് ഉണക്കാനിടാറ് മുകളിലാണ്. മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അതിൽ വിരിച്ചുകൊണ്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സ് അലക്കിയിടാനും. പിന്നെ മുകളിൽ നോക്കുമ്പോൾ നല്ലൊരു വൈബാണ്. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങിക്കിട്ടാൻ നല്ല പാടാണ്. നല്ല മഴയുള്ളപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും വേഗമൊന്നും ഉണങ്ങിയൊന്നും ചെയ്യില്ല. ഇഷ്ടംപോലെ ആളുള്ളതുകൊണ്ട് വലിയ ആളേക്കാൾ കൂടുതൽ കുഞ്ഞിപ്പിള്ളേരുടെ ഡ്രസ്സാണ് അധികം ഉണ്ടാകുക. അപ്പോൾ എല്ലാം അടിയിലും മേലെ ഇടേണ്ട അവസ്ഥയാണ്. എനിക്കെന്ന് വെച്ചാൽ ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ വൈകുന്നേരത്തേക്ക് രാത്രിത്തേക്ക് വെക്കുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാനെല്ലാം അപ്പാടപ്പാട് ഇങ്ങനെ മടക്കി വെക്കും.
പിന്നീട് ഉച്ചയാകുമ്പോഴത്തേക്ക് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്താത്തൻ്റെ മക്കളിപ്പോൾ രണ്ടാൾ ഡാൻസും കാര്യങ്ങളായതുകൊണ്ട് തന്നെ മോനിപ്പോൾ അവരപ്പുറം കൂടിയിട്ട് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഈ ഒരു എക്സ്ട്രാ ഒന്ന് കൊണ്ടുപോകുന്നത് ഇത്താത്തൻ്റെ മൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവനക്കൊന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഒരാൾക്കും കൂടി വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഒരാൾ വീണ് ചുണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. തലേന്ന് വീണപ്പോഴും അവിടെ തന്നെ പൊട്ടിയത്, പിറ്റേന്ന് വീണപ്പോഴും അവിടെ തന്നെ പൊട്ടിയത്. അപ്പോൾ നല്ലപോലെ ചോരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഉച്ചക്ക് എല്ലാവരും കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞൊരു 2:30 ടൈമിൽ നമ്മളെല്ലാവരും ടി വി വെച്ചിട്ടാണ് കഞ്ഞി കുടിക്കാറ്. പിന്നെ അന്ന് രാവണപ്രഭു മോഹൻലാലിൻ്റെ സിനിമയാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സ്ലേറ്റ് ഉണ്ട്. ഈ സ്ലേറ്റിൽ ഞാൻ ഓരോരാളെ ചിത്രം വരച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കലാണ് പണി. ചിത്രം വരക്കാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും വരക്കില്ല, ഏകദേശം നോക്കിയിട്ട് അങ്ങനെ വരക്കുമെങ്കിലും നല്ലപോലെ അങ്ങനെ ചിത്രം വരക്കാറൊന്നുമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നല്ലപോലെ ചിത്രം വരക്കും. ടോം ആൻഡ് ജെറി പിന്നെ അന്യായാലും മോനായാലും നല്ലപോലെ ചിത്രം വരക്കാറുണ്ട്. പിന്നെ ഇത്താത്തൻ്റെ മക്കളായാലും അവരും നല്ലപോലെ ചിത്രം വരക്കാറുണ്ട്. പിന്നെ കഞ്ഞികുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 2:30 ടൈം ആകുമ്പോഴേക്കും മോനെ ഞാൻ ഉറക്കും. അതിൻ്റെ ഒപ്പം ഞാനും അവിടെ കുറച്ച് സമയം കിടക്കും. പിന്നെ ഒരു ഈവനിങ് 3:30 4 ടൈം ആകുമ്പോഴേക്കാണ് എഴുന്നേൽക്കുക. പിന്നെ ഞാൻ ഏറ്റവും അവസാനം വരച്ചൊരു ചിത്രമാണിത്. ഈ ചിത്രം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതാരാ വരച്ചതെന്ന് ആ മുന്നിലിരിക്കുന്ന ആളെ തന്നെയാണ് വരച്ചത്. ഏകദേശം അതുപോലെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക. മൂക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ലെവലായി വന്നിന്. ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങനെ വരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈവനിങ്ങിലെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്ക് 2 പോപ്കോൺ ഉണ്ടായിന്. രണ്ടും 2 ഫ്ലേവറായിരുന്നു. അപ്പോൾ ഇത്താത്തൻ്റെ മോളെ കൊണ്ട് അതാക്കിപ്പിച്ച് നമ്മളെല്ലാവരും വട്ടത്തിലിരുന്ന് തിന്നലാണ്. പിന്നെ എൻ്റെ മോനെന്ന് വെച്ചാൽ അവനെടുത്താൽ എക്സ്ട്രാ ഒന്നും കൂടി വാങ്ങിയിട്ട് ഇങ്ങനെ ഇത്താത്തക്കെല്ലാം കൊടുക്കും. എൻ്റെ മോനെന്നല്ല, എൻ്റെ ഇത്താത്തൻ്റെ മക്കളും അങ്ങനെ തന്നെ. പിന്നെ രാത്രി ആകുമ്പോൾ ഇന്ന് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ സാലഡും കച്ചമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി, ബിരിയാണിയൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഈവനിങ്ങിൽ ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കി. ഇത്താത്തൻ്റെ മോളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവൾ പകുതി എടുത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന്. ഈ ഒരു ഡേ മൈ ലൈഫ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ.